ഹലോ ഗായ്സ്, ഇപ്പോൾ ഇന്ന് എൻ്റെ ഒരു ബിസി സൺഡേ കണ്ടാലോ. നമുക്കിന്ന് ഒത്തിരി സ്ഥലത്ത് പോകാനുണ്ട്. ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ചൂസു മാർക്കറ്റ്. നിങ്ങൾ ഉസ്ബെക്കിസ്ഥാനിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ പോയിരിക്കണം. നമ്മുടെ നാട്ടിൽ ഡൽഹിയിൽ ഉള്ള പോലെ സരോജിനി മാർക്കറ്റില്ലേ, അതൊക്കെ പോലെ വേണേൽ പറയാം. ഇവിടെ വി വിൽ ഗെറ്റ് എനിത്തിങ് വി വോണ്ട്. എന്നാൽ നമുക്കിപ്പോൾ ചെരുപ്പായിക്കോട്ടെ, ക്ലോത്ത്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കിച്ചണിലേക്ക് വേണ്ട സാധനം ആയിക്കോട്ടെ, പാത്രങ്ങൾ, എന്ത് വേണേലും, ഫുഡ് ആയിക്കോട്ടെ, എനിത്തിങ് നമുക്കിവിടെ കിട്ടും. ഇവിടുത്തെ പ്രത്യേകത നമുക്ക് ബാർഗെയിൻ ചെയ്ത് സാധനം വാങ്ങാൻ പറ്റും. ഉസ്ബെക്കിസ്ഥാനിൽ പൊതുവേ ഒരു സാധനത്തിനും പ്രൈസ് ഇല്ല. ഓരോ കടയിലും ഡിഫറെൻറ്റ് പ്രൈസ് ആയിരിക്കും. എസ്പെഷ്യലി ഇവിടെ നമുക്ക് ബാർഗെയിൻ ചെയ്ത് സാധനം നല്ലപോലെ വാങ്ങാൻ പറ്റും. ഇവിടെ നല്ലപോലെ ക്രോപ്പ് ടോപ്പ് കളക്ഷൻ ഉണ്ടായിരുന്നേ. ആൻഡ് ഈ ഒരു സ്റ്റോർ നമ്മുടെ നാട്ടിലേക്ക് ലേഡീസ് സ്റ്റോർ പോലെ ഫീൽ ചെയ്ത് എനിക്ക്. ഇവിടെ നമുക്ക് സാധനം ബാർഗെയിൻ ചെയ്ത് വാങ്ങാം. എൻ്റെ ഫ്രണ്ടിന് ഞങ്ങളൊരു ചെരുപ്പ് എടുക്കാൻ പോയി. ഞങ്ങൾ അങ്ങനെ അതും ബാർഗെയിൻ ചെയ്ത് കുറച്ച് ഞങ്ങൾ വാങ്ങി. ദെൻ ഞാനൊരു കാജൽ വാങ്ങി, ഒരു ലിപ് ലൈനർ വാങ്ങി. എനിക്ക് നല്ല ചീപ്പ് റേറ്റിൽ അത് രണ്ടും കിട്ടിയേ. സാധനമൊക്കെ വാങ്ങി നമ്മൾ നേരെ ബസ് കയറി പോകുന്നത് പള്ളിയിലേക്കാണ്. സൺഡേ ആണല്ലോ, പള്ളിയിൽ പോകണം. അങ്ങനെ പള്ളിയിൽ പോയി ഞാൻ ആദ്യം ആരാധന സ്ഥലത്ത് പോയി കുറച്ച് നേരം പ്രാർത്ഥിച്ചു. പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഞാനപ്പോൾ പള്ളിയുടെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത് ഫസ്റ്റ് ടൈം ആയിരുന്നു. വന്നപ്പോൾ കണ്ടത് അവിടെ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. സോ ദിസ് പ്ലേ ഗ്രൗണ്ടിൽ നമ്മുടെ നാട്ടിൽ എല്ലാ പള്ളിയിലും കാണുന്ന ഒരു കമ്പൽസറി ഒരു മസ്റ്റ് ബാസ്കറ്റ്ബോൾ കോർട്ട് ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ഒരു അറൗണ്ട് ഒരു 30 മിനിറ്റ്സ് എബോ ഞങ്ങൾ അവിടെ കളിച്ചു. എല്ലാ റൈഡിലും കയറി കളിച്ചു. നല്ല രസമുണ്ടായിരുന്നേ. അവിടെ ഞങ്ങൾ നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് പോയി. നേരെ മെട്രോ കയറി ബറോണി എത്തി. അവിടെ നമുക്കൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴേക്കും നോമ്പ് തുറക്ക സമയമായിരുന്നേ. സോ അവിടെ കുറച്ച് ഉസ്ബെക്കികൾ ഫ്രീ ആയിട്ട് വെള്ളവും ഈന്തപ്പഴവും ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു.